ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ഇന്നത്തെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്, തീം കേന്ദ്രീകരിക്കുന്നത് കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം എന്നുള്ള ഒരു തീമാണ്. അപ്പോൾ ഈ വർഷം ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് നടത്തേണ്ടതുണ്ട്, തുടർന്നും അങ്ങോട്ട് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആരോഗ്യം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മാതൃമരണ നിരക്ക് കേരളത്തെ സംബന്ധിച്ച് വളരെ കുറവാണ്. അതുപോലെ തന്നെ ശിശുമരണ നിരക്കും കുറവാണ്, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റും കുറവാണ്. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗർഭിണിയായിട്ട് വരുന്ന അമ്മമാരിൽ നമ്മൾ കൂടുതൽ പ്രഷർ, അതായത് ഹൈപ്പർടെൻസീവ് ഡിസോർഡർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയും, അത് കണ്ടുവരുന്നുണ്ട്. കൂടുതൽ ഷുഗർ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അനീമിയ പിന്നെ പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അനീമിയയും ഉണ്ട്. അപ്പോൾ ഇതിനെ മൂന്നിനെ നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ കൗമാരപ്രായ തൊട്ട് തന്നെ നമ്മളുടെ ആ വെയിറ്റ്, BMI എന്നുള്ളൊരു നല്ല മെഷറുണ്ട് നമുക്ക്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ തൂക്കം, കിലോഗ്രാമിലുള്ള തൂക്കവും പൊക്കം, മീറ്ററിലുള്ള പൊക്കവും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്നുള്ള ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അത് ഉത്തമം എന്ന് പറയുന്നത് 23 താഴെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ 23 കൂടിയാൽ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത, ഗർഭകാലത്ത് ഷുഗർ വരാനുള്ള സാധ്യതയും, പിന്നെ അതിൻ്റെ പുറമെ ഇപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഭക്ഷണവും വ്യായാമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ മാതൃത്വത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് രണ്ടും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ പൊണ്ണത്തടി കൂടി വരുന്നുണ്ടെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് തൂക്കക്കുറവുമുണ്ട്. അപ്പോൾ അവരും ശ്രദ്ധിക്കണം. കുട്ടി നല്ല വെയിറ്റുള്ള ഒരു കുട്ടി ജനിച്ചാൽ, 2.5 കിലോ അല്ലെങ്കിൽ അതിൽ മേളിലുള്ള കുട്ടി ജനിച്ചാലാണ് ആ കുട്ടിയുടെ ആരോഗ്യം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത്. അതിന് ഒരു കോൺസെപ്റ്റ് ഓഫ് 1000 ഡേയ്സ് ഉണ്ട്, 1000 ദിനങ്ങൾ. അതായത് പ്രഗ്നൻസിയുടെ സമയവും പിന്നെ ശിശുവിൻ്റെ ആദ്യത്തെ 2 വയസ്സും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പീരീഡാണ്. ഇനി അമ്മയ്ക്ക് തൂക്കക്കുറവാണെങ്കിൽ തന്നെ ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ നല്ലൊരു 2.5 കിലോ ഉള്ള ഒരു കുട്ടിയെ എങ്കിലും ജനനം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനമായ സന്ദേശം.